നമസ്കാരം. മനുഷ്യരായാൽ ഇവരെ പോലെ എരിവും പുളിയുള്ളവരായിരിക്കും. വേറൊരു ഭാഷ പറയുകയാണെങ്കിൽ ഒരു ഈശും വാശിയൊക്കെ മനുഷ്യന് വേണം. വെറുതെ എല്ലാത്തിനും മോങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ മോങ്ങൽ വേണം. ഇതേപോലെ ഇനി ആർക്കും സംഭവിക്കില്ലേ? പണം ഉണ്ടാക്കാനും 100-200 പവനും കൊടുത്ത് പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടിട്ട് ഭർത്തൃ വീട്ടിലെ പീഡനം സഹിക്കാതെ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭർത്താവ് കൊന്ന് കെട്ടിത്തു. അന്നൊരു വിലപിക്കും. ജീവിക്കാൻ പഠിപ്പിക്കുകയല്ല, ഈ സ്വർണം ഉണ്ടാക്കാനാണ് ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച് പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടാൻ. എന്നിട്ട് മോങ്ങിക്കൊണ്ടിരിക്കും. ഇതുപോലെ ഇനി ആർക്കും സംഭവിക്കില്ലേ? ആസ്പത്രികളിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ മൈൻഡ് ചെയ്യത്തില്ല. പ്രസവമാണെങ്കിൽ പ്രസവിച്ച് കഴിയുമ്പോൾ വന്നാൽ കുഞ്ഞ് മരിക്കും, ഇല്ലേ അമ്മ മരിക്കും. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വയറ്റിൽ കത്രിക ഇട്ടിട്ട് പോയാലും ഡോക്ടർ പറയും അതിപ്പോൾ അവിടെ 10-50 വർഷം കിടന്നാൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇതും കേട്ട് മോങ്ങും. ഇത് അനുഭവിച്ചവരും മോങ്ങും, അനുഭവിച്ചവരുടെ വീട്ടുകാരും മോങ്ങും. കംപ്ലൈൻറ്റ് ചെയ്താൽ എന്താണ് പരിഹാരം? അല്ലേ അതിൻ്റെ ഫലം എന്താണ്? ഒന്നുമില്ല. അന്വേഷിക്കുന്നവർ ഇവരുടെ കൂട്ടത്തിലുള്ള ഡോക്ടർമാരല്ല. അവർ പറയും മൃത്യുവിലോപം ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ എസ്കേപ്പ് ചെയ്യും. അപ്പം നീതി നടപ്പാക്കി കിട്ടുമെന്നുള്ള ബോധത്തോടുകൂടി മോങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിക്കണം. പിന്നെ എന്താ പ്രതിവിധി? നമ്മൾ തന്നെ നമ്മുടെ നിയമം കയ്യിലെടുക്കുക. ഇപ്പം ചെന്താമര എന്ന് പറഞ്ഞ ഒരുത്തം കണ്ടില്ലേ? ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയി. 1-2 വർഷം കഴിഞ്ഞപ്പോൾ അവന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ വേറെ 2 പേരും കൂടെ കൊന്നു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് അവൻ പറഞ്ഞു ഇനി ഒരാളെ കൂടെ ബാക്കിയുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ നീതിക്ക് വേണ്ടി ആരുടെ പുറകെ പോയിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. അതിനി നീതിന്യായ വ്യവസ്ഥയിലേക്ക് കോടതി എന്ന് പറയുന്നതൊക്കെ വക്കീലന്മാരുടെയും പോലീസിൻ്റെയും ജഡ്ജിമാരും കൂടിയുള്ളൊരു കൂട്ടുകൃഷിയാണ്. അവർ തമ്മിൽ പണം ഉണ്ടാക്കാനുള്ള വഴി വേണ്ടി ഹിയറിംഗ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. പണമുള്ളവൻ ആ രീതി വാദിച്ച് കേസിൽ നിന്ന് ഊരിയും പോരും, അല്ലാത്തവൻ മിഷ്കിട്ടിയെന്നും പറഞ്ഞ് കണ്ണുടച്ചിരിക്കും. ഇപ്പം ഇവിടെ 4 സ്ത്രീകൾ ഒരു ലേഡി ഡോക്ടറെ മലപ്പുറത്ത് വീട്ടിൽ കയറി അടിച്ചു. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സംഭവം എന്താ? അവരുടെ കൂട്ടത്തിലുള്ള റിലേറ്റീവ് ഒരു സ്ത്രീ പ്രസവത്തിന് ചെന്നു. ഡോക്ടറിൻ്റെ കാശ് വീട്ടിൽ കൊണ്ട് കൊടുത്തുകയാണല്ലേ. അതാണ് ഇതിൻ്റെ കാര്യം. ഇവർ നോക്കാത്തതിൻ്റെ കാര്യം, വീട്ടിൽ പോയി നേരത്തെ പണം കൊടുത്താലേ ആ ഡോക്ടർ ശ്രദ്ധിക്കുള്ളൂ, അല്ലെ ശ്രദ്ധിക്കുകയല്ല. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ജീവനുണ്ട്, അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് ഈ 4 സ്ത്രീകൾ എന്ത് ചെയ്തു? വീട്ടിൽ കയറി നല്ല പോലെയൊക്കെ പെരുമാറി. ആ കൂട്ടത്തിലുള്ള 2 നഴ്സുമാർക്കിട്ടും കൊടുത്തു. അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഉണരണം. നമുക്ക് നീതി നിഷേധിക്കുന്നവർക്ക് നമ്മൾ അവരെ ഫിസിക്കലായിട്ട് നമ്മൾ തന്നെ അടിച്ചൊതുക്കണം. ഇനി ആ ലേഡി ഡോക്ടർ ഒരിക്കലും ഇതുപോലത്തെ ചെയ്യത്തില്ല. ഈശും വാശി അല്ലെങ്കിൽ